ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ് ഞാൻ. സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ ഇതെൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ കണ്ടില്ലേ, നല്ല പണിമുടക്ക് തന്നിരിക്കുകയാണ് കണ്ടോ. ഇതൊക്കെ ഞാൻ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഇതിൻ്റെ വീല് കറങ്ങുന്നില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കറങ്ങണ്ടേ, ഇപ്പം ഇത് കറങ്ങുന്നതെന്ന് വെച്ചാൽ കണ്ടോ, ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനം ഇതിൻ്റെ അകത്ത് നിന്നും എടുത്ത് കൊണ്ടാണ് ഇപ്പോൾ ആ വീല് കറങ്ങുന്നത്. നേരത്തെ ഇതൊക്കെ ഫുള്ള് അയച്ചിട്ടൊക്കെ എടുത്തിട്ട് കുറേ നോക്കി ഞാനിപ്പോൾ എന്താണെന്നൊരു എല്ലാ പാർട്സും അയച്ചു നോക്കി. ഇത് കണ്ടില്ലേ, ഇപ്പോൾ മെഷീൻ്റെ ഈ ഭാഗം ഇതും അയച്ചു നോക്കി. പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഇത് കടയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലായത്. ഇക്ക രാവിലെ പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോയിട്ട് വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. ഇക്ക നൂൽപുട്ടിൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോയി കേട്ടോ. ഇക്ക ഒരു മാസം നൂൽപുട്ടിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യും. ശരിക്കും ഇക്ക ഇലക്ട്രീഷ്യനാണ്. ഒരു മാസം നാട്ടിൽ പണിയെടുക്കും, ഒരു മാസം നൂൽപുട്ടിൻ്റെ കമ്പനിയിൽ പണിയെടുക്കും. ഇനിയിപ്പോൾ കുറേ ദിവസത്തിന് സ്റ്റിച്ച് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോൾ കടയിൽ കണ്ടു കൊടുക്കുന്ന ആരാ, കടയിൽ കൊണ്ടുവരുന്ന ആരാ, ഒരു പിടിയുമില്ല. എന്നുവെച്ചാൽ മെഷീൻ്റെ ഇവിടെ കുറേ പോകണം കേട്ടോ, അടുത്തൊന്നുമില്ല. ഉണ്ടായിരിക്കാൻ അറിവില്ല, പക്ഷേ ഇക്കൊക്കെ പരിചയമുള്ള സ്ഥലമൊക്കെ കുറേ ദൂരെയാണ് കുറച്ച്. ഇന്ന് ഇവിടുന്ന് ബസ്സിന് 25 രൂപ കൊടുക്കണം. പിന്നെ ഞാനിതാ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന പണിയാണിതൊക്കെ. നല്ല വർക്കൊക്കെയാണ് ചുരിദാറിൻ്റെ ടോപ്പിൽ. ഇത് മോൾക്ക് ചെറുതാക്കായിരുന്നു, പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ അത് കണ്ടില്ലേ, ഇതൊക്കെ കറയാണ് കണ്ടോ. അതുകൊണ്ട് വർക്ക് കണ്ടേ, നല്ല പുതിയ വർക്കാണിത്. അപ്പം ഞാനിത് ചെയ്യുന്നത് കണ്ടേ, ഇതിന് താഴെ അതുപോലെ തന്നെ കേട്ടോ, ബോർഡറിൽ പുതിയ ചുരിദാറാണ്, പക്ഷെ കറിയായിപ്പോയി. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന പണിയാണ് ഇതൊക്കെ. എന്താ ചെയ്യുന്നത് വെച്ചാൽ ചുരിദാറിൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ മോൾക്ക് ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ ഇത് എന്തെങ്കിലും ചുരിദാറിൻ്റെ ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ ടോപ്പിന് താഴൊക്കെ വെച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ അതിന് ഞാനിതാ ഇതിൻ്റെ ഒരു അരയിഞ്ച് മുകളിലായിട്ട് എന്തിനാണ് വെട്ടുന്നത് വെച്ചാൽ ഈ അരയിഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയാണ് അരയിഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വെട്ടിയടിക്കുകയാണ്. ഇങ്ങനെ കുറേ ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ താഴത്തെ ബോർഡറൊക്കെ വെട്ടിയെടുത്തു. ഇത് ഞാൻ തന്നെ തയ്ച്ച ചുരിദാറാണ് കേട്ടോ. ഇതുപോലെ വർക്കുള്ള ചുരിദാർ ടോപ്പ് വാങ്ങിയിട്ട് ഞാൻ തന്നെ തയ്ച്ചതാണ്. ഇനി ഇതിൻ്റെ ഈ വർക്ക് വെട്ടിയെടുക്കണം. അതിന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആദ്യം വെട്ടിയെടുക്കണം. എൻ്റെ പഴയ കുറേ ചുരിദാറുണ്ട്, അതൊക്കെ മോൾക്ക് തയ്ക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ചുരിദാർ തുണിയൊക്കെ എടുത്തിട്ട് ഞാൻ തയ്ക്കുന്നത് കുറവാണ് കേട്ടോ. പിന്നെ റെഡിമെയ്ഡാണ് അധികം വാങ്ങാറുള്ളത്. ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, സ്റ്റിച്ചിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഇടാറുള്ളതല്ലേ, അപ്പോൾ ചുരിദാറിൻ്റെ തുണിയൊക്കെ വാങ്ങിയിട്ട് തയ്ക്കണം ഞാൻ വിചാരിക്കുകയാണ്.
സ്റ്റിച്ചിങ്ങൊക്കെ എനിക്ക് പണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ കല്യാണത്തിന് മുമ്പ് എൻ്റെ ഇക്കാൻ്റെ വലിയ ആങ്ങളൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടംപോലെ ഞാൻ തുണിയൊക്കെ കിട്ടുമ്പോൾ ഇഷ്ടംപോലെ പിന്നെ ഫ്രോക്കൊക്കെ തയ്ച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ടും കൊടുക്കും കുട്ടിക്ക്. ഇപ്പോൾ അവൾ വലുതായി, 10-13 വയസ്സൊക്കെ ആയി അവൾക്ക്. അന്നേരം ചെറിയ കുഞ്ഞായിരുന്നു, 2 വയസ്സുള്ള കുഞ്ഞ്, 2-3 വയസ്സൊന്നും ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ്. ഇപ്പോൾ 13 വയസ്സൊക്കെ ആയി, 14 വയസ്സായെന്ന് തോന്നുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, അപ്പോൾ 14 വയസ്സായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പണി. വെറുതെ ഇരിക്കുമ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാനില്ല, പിന്നെ എന്താ ചെയ്യുക, ഇതൊക്കെ ചെയ്യണം. പിന്നെ ബാക്കിയുള്ള ബാക്ക് പാർട്ടുണ്ടല്ലോ, ബാക്ക് പാർട്ട് നല്ല ഇതിപ്പോൾ കറയൊന്നുമില്ല, നല്ല തുണിയാട്ടോ. ബാക്കിലൊരു കറയോ പാടോ ഒന്നുമില്ല. അപ്പോൾ ഇതിന് ഞാൻ വെട്ടിയിട്ട് ഇനി ഏതെങ്കിലും ചുരിദാറോ എന്തെങ്കിലും തയ്ക്കുമ്പോൾ അതിലേക്ക് കൂട്ടിയടിക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കറക്റ്റ് ഇങ്ങനെ കൈക്കുഴിൻ്റെ ഭാഗമൊക്കെ ഞാൻ വെട്ടിയിട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കാം കേട്ടോ. ആദ്യം കൈക്കുഴി വെട്ടിയാണ്, പിന്നെ ഇതാ ഷോൾഡർ വെട്ടിയാണ്. ഷോൾഡറും വെട്ടി, പിന്നെ അടുത്ത ഷോൾഡർ ഇതാ, രണ്ടാമത്തെ ഷോൾഡർ വെട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് കൈക്കുഴി 2 ഭാഗവും ഇനി ബോഡി പാർട്ട് ഇതുപോലെ തുന്നയിച്ചെടുക്കുന്ന കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഇതുപോലെ വെട്ടിയടിക്കുകയാണ്. അത് ഇരുന്ന് ചെയ്യേണ്ട പണിയാണ്, തുന്നലൊക്കെ അയക്കുന്നത്. ഇനി അപ്പുറത്തെ ഭാഗം ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെക്കുന്നൊരു തുണി മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരുപാട് തുണികൾ എന്ത് കിട്ടിയാൽ ഞാൻ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. ഇങ്ങനെ ഭംഗിയുള്ള വർക്കുകളോ മുത്തുകളോ എന്ത് കിട്ടിയാൽ ഞാൻ അപ്പം അത് കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ഇത്രയും ചെസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടി കേട്ടോ. ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കുകയാണ്. പിന്നെ ഇത് വല്ല തുടക്കാനോ എന്തിനേലും എടുക്കാം. സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ യൂട്യൂബിൽ. ഇനി അടുത്ത വീഡിയോ വേറെ എന്തെങ്കിലും എയർബാൻഡിൻ്റെയോ ക്ലിപ്പിൻ്റെയോ വീഡിയോ ചെയ്യാൻ പറ്റുമോ നോക്കണം. അല്ലാണ്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റില്ലല്ലോ കുറേ ദിവസത്തേക്ക്. ഇനി എന്നാൽ മെഷീൻ നന്നായി കിട്ടാമെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റില്ല.